BTV, being with you, the community channel. BTV PSC ചോദ്യോത്തരവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം അടിസ്ഥാന വിവരങ്ങൾ. സമ്പൂർണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാട്. പ്രഥമ സമ്പൂർണ്ണ ശുചീകൃത പഞ്ചായത്ത് പോത്തുകൽ, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. സംസ്ഥാന ആദ്യ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലൂക്കര, തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത പഞ്ചായത്ത് കണ്ണാടി, പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ പഞ്ചായത്ത് അമ്പലവയൽ. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ കേസില്ലാ ഗ്രാമം ചെറിയനാട്. കേരളത്തിലെ ആദ്യ പുകയില മോചിത ഗ്രാമം കുളിമാട്. സംസ്ഥാനത്തെ ആദ്യ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം മടിക്കൈ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, 244 കിലോമീറ്റർ. പ്രാചീന കാലത്ത് ചൂർണി എന്ന് അറിയപ്പെട്ട നദി പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവം എവിടെ? ശിവഗിരി മല, ആലുവാപ്പുഴ എന്ന് അറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. ദൈർഘ്യത്തിലും വലുപ്പത്തിലും 2ാം സ്ഥാനമുള്ള നദി ഭാരതപ്പുഴ, 250 കിലോമീറ്റർ. നിള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. പൊന്നാനിപ്പുഴയെന്ന് അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 3ാം സ്ഥാനം ഏതു നദിക്കാണ്? പമ്പ, 176 കിലോമീറ്റർ. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പമ്പ. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളച്ചിമല. പമ്പാ നദി പതിക്കുന്ന കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. പയസ്സിനി എന്നറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പെരിയാറിന്റെ തീരത്തുള്ള ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ഫറോക്ക് നഗരത്തിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏതു നദിയിലാണ്? ചാലക്കുടിപ്പുഴ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് എവിടെ വെച്ച്? തിരുനാവായ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഏതു നദീതീരത്താണ്? നെയ്യാർ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ.
നിർദ്ദിഷ്ട പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ്? കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കാസർഗോഡ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി? നെയ്യാർ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചരക്കണ്ടിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? കല്ലട. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി? ശിരുവാണി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ? പാമ്പാർ, ഭവാനി, കബനി. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി? കബനി. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി? പാമ്പാർ. വയനാട് ജില്ലയിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികൾ? പാമ്പാർ, ഭവാനി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി? കബനി നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്? കുറുവ ദ്വീപ്. ജില്ലകളിലൂടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലം? കഴക്കൂട്ടം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം? തിരുവനന്തപുരം. ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? പാലോട്. കേരളത്തിലെ ആദ്യ നോക്കുകൂലി രഹിത ജില്ല? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക്? ആക്കുളം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സംസ്ഥാനത്തെ ആദ്യ സായാഹ്ന കോടതി സ്ഥാപിക്കപ്പെട്ടത്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ DNA ബാർകോഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത്? പുത്തൻതോപ്പ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ? നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ? പൂജപ്പുര, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ? നെട്ടുകാൽത്തേരി, കാട്ടാക്കട. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ? പൂജപ്പുര സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ? പട്ടം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ്? PMG, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത്? വെള്ളനാട്. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്ത്? പള്ളിച്ചൽ. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം? ബാലരാമപുരം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്? ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. മതിലകം രേഖകൾ ഏതു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രം. കൊല്ലം ജില്ല. കേരള ചരിത്രത്തിൽ തെൻവഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം? കൊല്ലം. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? തെന്മല. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? ചെന്തുരുണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം? പുനലൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി? ആൽബർട്ട് ഹെൻറി. കളിമൺ വ്യവസായത്തിന് പ്രസിദ്ധി നേടിയ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കുണ്ടറ. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്? അഷ്ടമുടി, പുന്നമട. കേരളത്തിലെ ആദ്യ ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർ വേ 3 ബന്ധിപ്പിക്കുന്നത്? കൊല്ലം കോട്ടപ്പുറം. ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം? ഓച്ചിറ. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ട സ്ഥലം? കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയമായ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചത്? കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്? നീണ്ടകര. മഹാത്മാഗാന്ധി ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? കൊല്ലം.
പത്തനംതിട്ട ജില്ല. ഇന്ത്യയിൽ 0 ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൺ കൺവെൻഷൻ. പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി പമ്പ. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലം മണ്ണടി, ആലപ്പുഴ ജില്ല. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം നിരണം. റിസർവ് വനപ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ഒരേയൊരു ജില്ല ആലപ്പുഴ. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി രാജാ കേശവദാസ്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ശ്രീ മൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ആലപ്പുഴ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാഗ് സ്മെയിൽ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് എവിടെ? അരൂർ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം കായംകുളം. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം കലവൂർ. കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കോട്ടയം ജില്ല. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരം കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയിലരഹിത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജ്. കേരളത്തിലെ ആദ്യ പ്രസ് CMS പ്രസ്. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെള്ളൂർ. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുരം. കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യകലാരൂപം ചവിട്ടുനാടകം. ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം. എറണാകുളം ജില്ല. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്റ്റ് എറണാകുളം. കേരളത്തിലെ ആദ്യ സ്പീഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊച്ചി. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെ? കൊച്ചി. ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം കൊച്ചി. പ്രശസ്തമായ ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃപ്പുണിത്തുറ. ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത് ഡച്ചുകാർ. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ രാജ്യം ജപ്പാൻ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ രാജ്യം അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം വേമ്പനാട് പാലം. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം.
കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം നിലവിൽ വന്ന സ്ഥലം കൊച്ചി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ LNG ടെർമിനൽ സ്ഥാപിതമായത് പുതുവൈ. വേൾഡ് സ്പേസസ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ആദ്യ സ്വകാര്യ IT പാർക്ക് മുത്തൂർ ടെക്നോപോളിസ്. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ശിവരാത്രി മഹോത്സവത്തിന് പ്രസിദ്ധമായ സ്ഥലം ആലുവ. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്നത് എറണാകുളം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി മട്ടാഞ്ചേരി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്നു വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരള ചരിത്ര മ്യൂസിയത്തിന്റെ ആസ്ഥാനം ഇടപ്പള്ളി. ഋഷിനാഗകുളം എന്നത് ഏതു നഗരത്തിന്റെ പഴയ പേരാണ്? എറണാകുളം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം കളമശ്ശേരി. കൊച്ചി തുറമുഖത്തിന്റെ മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. രാജ്യാന്തര പദവി ലഭിച്ച എറണാകുളം ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ കുരിശുമുടി. എറണാകുളം ജില്ലയിലെ ആന പരിശീലന കേന്ദ്രം കോടനാട്. തൃശൂർ ജില്ല. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. കേരളത്തിലെ ആദ്യ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. കേരളത്തിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം പുത്തൻപള്ളി തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. ചേരമാൻ പെരുമാൾ പണിത ഇന്ത്യയിലെ ആദ്യ മോസ്ക് സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊടുങ്ങല്ലൂരിൽ. കേരളത്തിലെ ഏക ഡയമണ്ട് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പോനാർ. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ പോലീസ് അക്കാദമി കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് മുല്ലക്കര. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം പുന്നത്തൂർ കോട്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന വിശേഷണം ലഭിച്ച നദി ചാലക്കുടിപ്പുഴ. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. ഇടുക്കി ജില്ല. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. സംസ്ഥാനത്തെ ആദ്യ ജൈവഗ്രാമം ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്ത് ഉടുമ്പന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. ചന്ദനമരങ്ങളുടെ നാഡി എന്നറിയപ്പെടുന്നത് മറയൂർ. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവുമധികം തേയില, ഏലം, കുരുമുളക് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം കാനഡ. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ ഇടുക്കി. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രദേശം രാമക്കൽമേട്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാർ. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം മംഗളദേവി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട്. ക്യാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇൻഡോസിസ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി. പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ വിവരസാങ്കേതിക വിദ്യാ ജില്ല
പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ജൈന തീർത്ഥാടന കേന്ദ്രം ജൈനിമേട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലം നെല്ലിയാമ്പതി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചത് കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതി തൂതപ്പുഴ. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് അകത്തേത്തറ. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം ധാരാളമുള്ള ജില്ല പാലക്കാട്. മലപ്പുറം ജില്ല. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയക്കു തുടക്കം കുറിച്ച ജില്ല മലപ്പുറം. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ കനോലി പ്ലോട്ട്. കുടുംബശ്രീ നടപ്പിലാക്കിയ ആദ്യ ജില്ല മലപ്പുറം. ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആയുർവേദ മാനസിക രോഗാശുപത്രി കോട്ടക്കൽ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂർ. മാമാങ്കം വേദിയായിരുന്ന തിരുനാവായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യ ശില്പനഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ചവറുരഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യരഹിത ജില്ല കോഴിക്കോട്. കേരളത്തിലെ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട്. രാജ്യത്തെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. തടി വ്യവസായത്തിന് പ്രശസ്തിയാർജിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കല്ലായി. കേരളത്തിൽ ഓട് വ്യവസായത്തിന്റെ കേന്ദ്രം ഫറോക്ക്. കേരളത്തിലെ പ്രശസ്തമായ മിഠായിത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കരകൗശല ഗ്രാമമായി പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഇരിങ്ങൽ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമുഴി. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടപ്പുറം. കൊളാവിപ്പാലം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലം. വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇടവക. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. കാപ്പിയും ഇഞ്ചിയും ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകം. കേരളത്തിലെ ഏക എർത്ത് ഡാം ബണാസുര സാഗർ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് അമ്പുകുത്തിമല. കുറുവ ദ്വീപ്, മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഇവ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കണ്ണൂർ ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം കല്യാശ്ശേരി. കേരളത്തിലെ സർക്കസ് കലയുടെ ആദ്യകാല കേന്ദ്രം തലശ്ശേരി. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവുമധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി. പറശ്ശിനിക്കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ.
ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. സഹകരണ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്. പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം കുഞ്ഞിമംഗലം. ഏഴിമല നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപ്പട്ടണം. സ്റ്റേറ്റ് സെൻട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളം, കണ്ണൂർ. കാസർഗോഡ് ജില്ല ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. കാസർഗോഡിന്റെ സാംസ്കാരിക കേന്ദ്രം നീലേശ്വരം. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. ചരിത്രരേഖകളിൽ ഹെർക്കില എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം കാസർഗോഡ്. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതമായ കാസർകോട്ടെ ഗ്രാമം പെട്ര. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ഏക വനം കരീം ഫോറസ്റ്റ് പാർക്ക്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.